ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ രുക്മിണിയാണെങ്കിൽ അർജുൻ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അമ്മ സത്യമായിട്ടും എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളുടെ മാലയാണിത്, അല്ലാതെ എൻ്റെ കയ്യിൽ എങ്ങനെ ഇത്രയും വലിയൊരു ഗോൾഡ് ചെയിനൊക്കെ വരിക? ആ സമയത്ത് നെഞ്ചു പൊട്ടുന്ന വേദനയോടെ രുക്മിണി പറയുന്നുണ്ട്, അർജുൻ, ഞാൻ നിന്നെയാടാ മല പോലെ വിശ്വസിച്ചിരിക്കുന്നത്. ഈ കുടുംബത്തെ എല്ലാവർക്കും മുന്നിൽ തലകുനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുശേഷം നിൻ്റെ അമ്മയെ നീ ജീവനോടെ കാണില്ല. അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞതല്ലേ, എന്നെ വിശ്വസിക്ക്. എളേമ്മേ, ആ ബോട്ടിൽ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പൊട്ടിച്ചേക്ക്. ആ ചെയിനിങ് താ, ഞാൻ എൻ്റെ കൂട്ടുകാരനെ തന്നെ തിരിച്ചു കൊടുത്തേക്കാം എന്നും പറഞ്ഞിട്ട് അർജുൻ ഒന്നും സംഭവിക്കാത്തതുപോലെ പോവുകയാണ്. രുക്മിണി അങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, ചേച്ചി വീട് ചേച്ചി, അവൻ പറഞ്ഞല്ലോ എന്തൊക്കെയാ സംഭവിച്ചത് എന്ന്. അവൻ നമ്മുടെ മോനല്ലേ ചേച്ചി, നമ്മുടെ വിശ്വാസത്തെ അവൻ തകർക്കില്ല, ചേച്ചി വിഷമിക്കാതിരിക്കേ. പക്ഷേ രുക്മിണിയുടെ മനസ്സിലെ വിഷമം അപ്പോഴൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിൽ അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള ചേച്ചിമാരൊക്കെ കൂടെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല ചേച്ചി, വന്ന് വന്ന് എന്തോ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുവാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് ഈ തോന്നുന്നത്. അതെന്തായിരിക്കും അങ്ങനെ തോന്നുന്നത്? അതറിയില്ല, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ഒന്നിനും ഒരു ജീവനില്ലാത്തതുപോലെ തോന്നുവാണ്. ഞാനും അതുതന്നെയാണ് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് തന്നെയാണ് നീയും പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നുണ്ട്, എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ ചേച്ചി പറയാണ്, എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്താ ചേച്ചി? നമ്മളെല്ലാവരും ഇന്ദുവിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അത് ശരിയാണെന്ന് മറ്റു രണ്ടു പേർക്കും തോന്നുവാണ്. അവൾ ഉള്ളിടത്തോളം കാലം ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ജീവൻ ഉണ്ടായിരുന്നു. അവൾ എല്ലാവരോടും ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. നമ്മുടെ മേലൊക്കെ അവൾക്ക് എപ്പോഴും ഒരു ശ്രദ്ധയുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ഭക്ഷണം പോലും അവളാണ് കൊണ്ടുവരിക. ഇനി നമുക്കാർക്കെങ്കിലും ശരീരത്തിന് സുഖമില്ലെങ്കിൽ അവളുടെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് അവൾ ഓടുക. അത് ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. അത്രത്തോളം അവൾക്ക് നമ്മുടെ മേൽ ശ്രദ്ധയും സ്നേഹവും ഉണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവളിവിടെ സ്റ്റാൻഡിലില്ലാത്തത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പകുതി ജീവൻ പോയതുപോലെയാണ്. അതാണ് നമുക്കെല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ പോലും തോന്നാത്തൊരവസ്ഥ. ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഇനി ഇന്ദു ഇങ്ങോട്ടേക്ക് വരുമോ? വരാൻ ചാൻസ് ഇല്ലല്ലേ? അതെനിക്കറിയില്ല മോളെ. അവളിപ്പോൾ കല്യാണം കഴിച്ച് നന്നായിട്ട് പോയിട്ടാണുള്ളത്. അവളെ കല്യാണം കഴിച്ച വീട്ടിൽ അവളോട് ഇനി ഓട്ടോ ഓടിക്കണോ വേണ്ടയോ എന്നൊക്കെ അവരായിരിക്കില്ലേ തീരുമാനിക്കുക. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ 3 പേരും ചായ കുടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ദൂരെ നിന്ന് ഇന്ദുവിൻ്റെ ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നത്, ഹോണ്. അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട്, ചേച്ചി, ഈ ഹോൺ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ദുവിൻ്റെ ഹോൺ ശബ്ദം പോലെ ഇല്ലേ? എടി പൊട്ടിക്കാളി, അവളെങ്ങനെയാണ് ഇവിടെ വരിക? നിനക്ക് അവളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഇപ്പോൾ ഭ്രാന്തായിന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴേക്കും ഇന്ദുവിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയാണ്, ചേച്ചി, ഭ്രാന്തിയും അല്ല ബിസ്കിയും അല്ല, ഇതാ നോക്കിയേ, ഇന്ദു വന്നു. ഇന്ദു ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ 3 പേരും പോയിട്ട് ഇന്ദുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവളോട് സുഖവിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ഇനി ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ ഞങ്ങൾ ഇപ്പോൾ കൂടെ സംസാരിച്ചതേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഭാഗ്യം, നീ ഇങ്ങോട്ടേക്ക് തന്നെ വന്നല്ലോ. അതെങ്ങനെയാണ് ചേച്ചി ഞാൻ വരാതിരിക്കുക? എനിക്ക് ഓട്ടോ ഓടിക്കാതെ ഇരിക്കാൻ പറ്റുമോ? എനിക്കെങ്ങനെയാണ് ചേച്ചി നിങ്ങളെയൊക്കെ കാണാതിരിക്കാൻ കഴിയുക? ഒരു 4 ചുവരിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ പോളിസി. അതുകൊണ്ട് എനിക്ക് ഓട്ടോ ഓടിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ചാടിപ്പോന്നു. അവളുടെ സന്തോഷമുള്ള സംസാരം കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമാവാണ്. അപ്പോൾ ചേച്ചി ചോദിക്കുന്നുണ്ട്, ഇന്ദു, നിൻ്റെ കല്യാണ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെയാണ് ചേച്ചി. ഓക്കെ ആണെന്ന് വെച്ചാൽ അവർ വിചാരിച്ചെന്തോ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, സത്യം പറയാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. നിയമോക്ക് വേണ്ടിയാണ് ഞാൻ ഈ ജീവിതം സ്വീകരിച്ചത്. ഇപ്പോൾ നിയമോൾ ഒത്തിരി സന്തോഷത്തിലാണ്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് ചേച്ചി. അപ്പോൾ അവരും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, നീ സന്തോഷമാണെന്ന് നിൻ്റെ മനസ്സറിഞ്ഞാണല്ലോ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. അത് മാത്രം മതി ഞങ്ങൾക്ക്. തിരിച്ച് വീണ്ടും നിനക്ക് ഈ ഓട്ടോ സ്റ്റാൻഡിലും വരാൻ പറ്റിയല്ലോ. ഏയ്, അവരിങ്ങനെ സന്തോഷത്തോടെ പറയാണ്. അപ്പോൾ ചേച്ചി അവരോട് പറയുന്നുണ്ട്, ഇന്ദുവിന് കുടിക്കാൻ വേണ്ടി ഒരു നല്ല സ്ട്രോങ് ചായ ഒക്കെ പറയാൻ. അല്പസമയം കഴിഞ്ഞപ്പോൾ ഇന്ദു പതിവ് പോലെ അവളുടെ ഓട്ടോ ഇങ്ങനെ തുടച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മേസ്ത്രി അങ്ങോട്ടേക്ക് വരുന്നത്. മേസ്ത്രി ഇന്ദു ആണെന്ന് കാണുന്നില്ല. അപ്പോൾ ഓട്ടോ പോകുമെന്ന് ചോദിച്ച സമയത്ത് അവൾ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ മേസ്ത്രിയെ കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമായി. ആ മേസ്ത്രി, നിങ്ങളാണോ? ഇന്ദു മോള് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയോ? സുഖവിവരങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം ഇന്ദു ചോദിക്കുന്നുണ്ട്, എവിടെയാണ്, നമ്മുടെ സൈറ്റിലേക്കാണോ പോകുന്നത്? അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, സൈറ്റിലോ? പണിയില്ലാത്തടുത്ത് പോയിട്ട് ഞാനെന്ത് ചെയ്യാനാ? അത് കേട്ടപ്പോൾ ഇന്ദു ആകെ ഷോക്കാവുകയാണ്. എന്താ മേസ്ത്രി പറയുന്നത്? വീട് പണിയൊക്കെ എപ്പോഴോ നിർത്തിവെച്ചില്ലേ? നിനക്കതൊന്നും അറിയില്ലായിരുന്നോ? ഇല്ല, എനിക്കറിയില്ല. എന്തു പറ്റിയതാ മേസ്ത്രി?
ഒരാഴ്ചക്ക് മുന്നേ നിന്റെ അമ്മായിയമ്മയെ ഫോൺ ചെയ്ത് പണം വേണമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ തന്ന പണമൊക്കെ തീർന്നു, ഇനി അടുത്ത ജോലി ചെയ്യണമെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞ സമയത്ത് തൽക്കാലം പണി നിർത്തിവെച്ചേക്ക്, പിന്നീട് പറയുമ്പോൾ ചെയ്താൽ മതി എന്നാണ് മറുപടി പറഞ്ഞത്. അത് കേട്ട സമയത്ത് ഇന്ദുവിനാകെ വല്ലാതാവുകയാണ്. അപ്പോൾ മേസ്ത്രി പറയുന്നുണ്ട്, ഒരു മാസത്തിനകം വീട് പണി ഒന്നുകൂടി ആരംഭിക്കാൻ പറയണം മോളെ. എന്ന് വെച്ചാൽ ഒരു മാസത്തിന് ശേഷം ഞാൻ എൻ്റെ ആളുകളെയും കൊണ്ട് വേറെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്നൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല. പിന്നെ അവിടെ ഏറ്റെടുത്ത പണി തീരാതെ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അതുവരെ ഈ പണി ഇതുപോലെ കിടക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ മേസ്ത്രിയെ വെക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് സവാരി പോകാൻ പറ്റുമോ? ഒരു നിമിഷം മേസ്ത്രി. എന്നിട്ട് അവൾ ഭുവനെ വിളിക്കുകയാണ്. എന്നിട്ട് അയാളുടെ ഓട്ടം ഭുവനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അതിനുശേഷം ഇന്ദുവിന് ആകെ ടെൻഷൻ ആവുകയാണ്, വീട് പണി നടക്കുന്നില്ല എന്നറിഞ്ഞ സമയത്ത്. അതേപോലെയാണെങ്കിൽ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി. ആ സമയത്താണ് അവൾ റോഡിൽ പൂർണിയെ കാണുന്നത്. എന്നിട്ട് ഓട്ടോ അവിടെ മാറ്റി വെച്ചിട്ട് അവൾ പൂർണിയുടെ അടുത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അവർ പരസ്പരം സുഖവിവരമൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം എവിടെയെങ്കിലും പോയി വരികയാണോ ചോദിച്ച സമയത്ത് ഞങ്ങളുടെ ഹോട്ടലിൽ വീട്ടിൽ നിന്നാണ് മസാലകളൊക്കെ അരച്ച് കൊണ്ടുപോവാറ്, അത് കൊണ്ടുപോയി കൊടുക്കുവാണ്. ഇന്ദു ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വീട്ടിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇന്ദു ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പം വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, പൂർണ്ണി സന്തോഷത്തോടെ പറയാണ്. അത് മാത്രമല്ലാതെ ഒരു സന്തോഷമുള്ള കാര്യം കൂടെ ഉണ്ട്. സന്തോഷമുള്ള കാര്യമോ? അതെന്താ? എൻ്റെ ഏട്ടനും ഇന്ദു ചേച്ചിക്കും വീട്ടിൽ ശാന്തി മുഹൂർത്തത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഏട്ടത്തി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണെന്നും ഇത് നിങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞൊരു ധാരണയിൽ എത്തണമെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ശാലിനി ആകാംക്ഷയോട് ചോദിക്കുകയാണ്, എന്നിട്ട് ഇന്ന് ഏട്ടത്തിയോട് ചോദിച്ച സമയത്ത് ഏട്ടത്തിയുടെ സംസാരത്തിൽ നിന്നും അവർ ഇന്നലെ ഭാര്യയും ഭർത്താവും ആയെന്ന് എനിക്ക് മനസ്സിലായി. ഒന്നാമത് ഏട്ടത്തിക്ക് ആ ഒരു നാണവും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ശാലിനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ പൂർണ്ണി പറയുന്നുണ്ട്, ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, എല്ലാ ഭാര്യയും ഭർത്താവിനെയും പോലെ അവരും ഒന്നിച്ച് ജീവിച്ചോളും. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ് പൂർണ്ണി. ഇതെൻ്റെ അമ്മയോട് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് അതിനേക്കാളും സന്തോഷമാവും. തീർച്ചയായിട്ടും പോയി പറയ്. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നല്ലതുണ്ടായാലും എന്നോടും കൂടെ നീ ഒന്ന് അറിയിക്കണേ. തീർച്ചയായിട്ടും പറയാം ശാലിനി. എന്നിട്ട് അവൾ ചെറിയൊരു വിഷമത്തോടു കൂടി പറയാണ്, ഇന്ദു ചേച്ചിയെ നോക്കിക്കോണേ. അപ്പോൾ പൂർണ്ണി പറയുന്നുണ്ട്, ഇപ്പോൾ ഇന്ദു ചേച്ചി എനിക്കും ഏട്ടത്തി തന്നെയാണ്, ഞാൻ നോക്കിക്കോളാം. പൂർണ്ണി യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ്. അതുപോലെ തന്നെ ശാലിനി തിരിച്ചവളുടെ ഓട്ടോയിൽ കയറിയിട്ട് പോകുന്നുണ്ട്. നീലൻ കഴയിൽ നിന്നിട്ട് ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ദു ആണെങ്കിൽ തൻ്റെ കൂട്ടുകാരികളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. തന്നെ നീലൻ നോക്കി നിൽക്കുന്നത് ഇന്ദു അറിയുന്നതേ ഇല്ല. അവൾ സംസാരിക്കുന്നതിനിടയിൽ അവൾ ചെറുതായിട്ടൊന്ന് കോട്ടുവായിടുകയാണ്, ഉറക്കം വരുന്നത് പോലെ. അപ്പം തന്നെ നീലൻ അകത്തേക്ക് നോക്കിയിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഒരു ചായ എടുക്കാൻ വേണ്ടിയിട്ട്. അയാൾ ചായ കൊണ്ടുവന്നപ്പോൾ നീലൻ പറയാണ്, എനിക്കല്ല, ദാണ്ടേ അവിടെ നിൽക്കുന്നില്ല മേഡത്തിനാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അയാൾ ചായ കൊണ്ടുപോയത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഞാനതിന് ചായക്ക് പറഞ്ഞിട്ടില്ലല്ലോ, സാറാണ് മേഡം കൊണ്ടുതരാൻ പറഞ്ഞത്. സാറോ? ഇന്ദു തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നീലൻ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതുമാത്രമല്ല അവൻ കണ്ണുകൊണ്ട് കാണിച്ച് പറയുന്നുണ്ട്, ഞാൻ കൊടുത്തു വിട്ടതാ, കുടിച്ചോളൂന്ന്. അത് കേട്ട് ഇന്ദുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയാണ്. ഇന്ദു ആ ചായ വാങ്ങിയിട്ട് നീലനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഓട്ടോ ആ സ്റ്റാൻഡിലുള്ള ചേച്ചിമാരൊക്കെ അവർ തമ്മിലുള്ള ആ ഒരു ഐക്യവും അവളോടുള്ള സ്നേഹമൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. ഇന്ദു നാണത്തോടു കൂടിയാണ് ആ ചായ കുടിക്കുന്നത്. ചായ കുടിക്കുന്നതിന് മുമ്പ് അവൾ ചോദിക്കുന്നുമുണ്ട്, ചേച്ചി നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങൾക്ക് വേണ്ട, നീ കുടി. അതിൻ്റെ അർത്ഥത്തിൽ എല്ലാവർക്കും ഒരു ചിരിയും ഉണ്ടായിരുന്നു, കാരണം നീലൻ കൊടുത്തു വിട്ടതായതുകൊണ്ട്. നീലനാണെങ്കിൽ ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഡെക്ലേസ് വന്നിട്ട് പറയുന്നുണ്ട്, ഉച്ച സമയമല്ലേ, എന്തെങ്കിലും പാട്ടൊക്കെ വെക്ക്, ഇവിടെ ഹോട്ടലുള്ള കാര്യം എല്ലാവർക്കും ഓർമ്മ കിട്ടേണ്ടതല്ലേ, ഇപ്പം തന്നെ വെക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ അടിപൊളിയായിട്ടൊരു പാട്ട് വെക്കുകയാണ്. അത് നല്ല ശബ്ദത്തിലാണ് വെക്കുന്നത്. പാട്ട് കേട്ടിട്ട് ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാവരും, ഇന്ദു ഉൾപ്പെടെ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കുവാണ്. അതാണെങ്കിൽ ഒരു പ്രണയഗാനവുമായിരുന്നു, ഇന്ദുവിനോടുള്ള തൻ്റെ പ്രണയം സൂചിപ്പിക്കുന്നത് പോലുള്ളൊരു ഗാനം. എല്ലാ ചേച്ചിമാർക്കും കാര്യം മനസ്സിലായി. ഇന്ദു ആണെങ്കിലും നീല തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. രണ്ടുപേരും പരസ്പരം കണ്ണുകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ഇന്ദു നാണത്തോടെ തല മാറ്റി നിൽക്കുകയാണ്. ഓട്ടോ ചേച്ചിമാരൊന്നും പിന്നീടൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ നീലനാണെങ്കിൽ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഡെക്ലേസ് ഓരോ വിളമ്പുന്നതിനിടയ്ക്ക് ഫുഡ് വിളമ്പുന്നതിനിടയ്ക്ക് നോക്കുമ്പോഴാണ് കാണുന്നത് നീലൻ ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് അവർ പരസ്പരം പിറുപിറുക്കുകയാണ്, ചേച്ചി പാട്ട് കേട്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നീലൻ ഇന്ദു മോൾക്ക് വേണ്ടിയാണ് ഈ പാട്ട് വെച്ചിരിക്കുന്നതെന്നാണ്. ഇങ്ങനെയുള്ള ഓരോ പാട്ടുകളും അർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം ഇന്ദുവിൻ്റെ മനസ്സിൽ പോയി കുറച്ചുകൂടി ഇൻറ്റിമേറ്റായി പെരുമാറാൻ പറ്റൂ.
അപ്പോഴേക്കും 2 യാത്രക്കാർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോ പോകണമെന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും പറയാണ് ഇന്ദുവിൻ്റെ ഓട്ടോ ആണല്ലോ ആദ്യം ഉള്ളത്, അവൾ പോയിക്കോട്ടെ എന്ന്. ഇന്ദു ആണെങ്കിൽ വണ്ടിയെടുത്ത് അവരെയും കൂട്ടി പോവുകയാണ്. അപ്പോൾ നീലനാകെ സങ്കടമായി ഇന്ദു പോകുന്നത് കണ്ടിട്ട്. അവനിങ്ങനെ ചുമരിന് കയ്യൊക്കെ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ടെക്ലേസ് വന്നിട്ട് പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ അളിയ, നോക്കിക്കൊണ്ട് നിൽക്കുവാണല്ലേ. ഇപ്പോൾ പാട്ടൊക്കെ കേട്ട സമയത്ത് ഇന്ദുവിന് വേണ്ടി വെച്ച പോലെയാണല്ലോ തോന്നുന്നത്. ഈ നിന്ന നൃത്തം രാത്രി വരെ ഇങ്ങനെ തന്നെ നിൽക്കുമോ? ഓ, എപ്പോഴാണ് രാത്രിയാവുക, അടുത്ത രാത്രി, രണ്ടാമത്തെ രാത്രി എപ്പോഴാണ് കിട്ടുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് ടെക്ലേസ് ഓരോന്ന് കളിയാക്കുവാണ്. ഒന്ന് പോ മാമ, ഓരോന്ന് പറഞ്ഞിട്ട് കളിയാക്കാൻ നിൽക്കാതെ. നിൽക്ക്, എൻ്റെ അടുത്ത് ഓരോന്ന് നാണം കുളുങ്ങിയിട്ട് എന്താ കാര്യം, അത് പറ. അത് ചിന്തിച്ചിട്ടല്ലേ നീ നാണത്തോടെ നിന്നത്. ലവ് സോങ് ഒക്കെ വെച്ച് നിന്നത് തന്നെ ഇന്നലെ രാത്രി നടന്ന കാര്യം ആലോചിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന സമയത്ത് ടെക്ലേസോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ മാമ നിങ്ങൾ ഈ പറയുന്നത്? ശരി ഓക്കെ, ഇനി എന്നോട് പറഞ്ഞിട്ട് നീ നാണത്തിൽ നിൽക്കേണ്ട. നീ സന്തോഷത്തോടെ നിന്നാൽ മതി, എനിക്കത് മതി. ഞാൻ സന്തോഷമായിട്ട് നിൽക്കുന്ന രാത്രി ഞാൻ പറയാം, അത് കേട്ടിട്ട് നിങ്ങളും സന്തോഷത്തോടെ നിന്നോ. നീല മറുപടി പറയാണ്. ഇതെന്താടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ അല്ലാതെ എന്താ മാമ, നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തോന്നിയ പോലെയൊക്കെ ചിന്തിച്ചതിന് ഞാനെന്താ ചെയ്യുക? തോന്നിയതുപോലെ പറയുന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ അല്ലാതെ അവൾ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ അവൾ നിയമോൾക്ക് അമ്മയായിട്ട് മാത്രമാണ് വരുന്നത് എന്ന്. അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് തോന്നിയതുപോലെ ആദ്യ രാത്രിക്കുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വായി തോന്നിയ പോലെയൊക്കെ ചിന്തിച്ചാൽ ഞാനെന്ത് പറയാനാ? ആദ്യ രാത്രിക്ക് നിങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു എന്ന് കരുതി അങ്ങനെയൊക്കെ നടക്കുന്നാണോ കരുതിയത്? നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ടെക്ലേസിൻ്റെ മുഖത്ത് ആകെ സങ്കടം നിറയാണ്. വെറുതെ നടക്കാത്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് സമയം കളയാതെ പോയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നോക്ക്. എന്തൊക്കെയാ നീല നീ പറയുന്നത്? സത്യമാണ് മാമ ഞാനീ പറയുന്നത്. പാവാണ് മാമ അവള്. കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ജീവിതം സ്വീകരിച്ചിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ കഷ്ടപ്പെടുവാണ് അവൾ. ഞാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ജീവിതം ഒരുമിച്ച് തുടങ്ങിയെന്ന് കരുതി സന്തോഷത്തോടെ നിന്നതായിരുന്നു. ശരി, നീ വിഷമിക്കൊന്നും വേണ്ട. കാലം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതിന് എല്ലാത്തിനുള്ള മരുന്നുണ്ടാവും. തീർച്ചയായിട്ടും എല്ലാം ശരിയാവും, ടെൻഷൻ ആവേണ്ട, മനസ്സിലായോ? നീലനും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടാണ്. പിന്നെയും സമയം ഒരുപാട് കഴിഞ്ഞ് കടയിൽ കച്ചവടം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ദു ആണെങ്കിൽ യാത്രക്കാരെ കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ച് സ്റ്റാൻഡിലെത്തി. ഇന്ദു സ്റ്റാൻഡിലെത്തിയതിന് ശേഷം അടുത്ത പാട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതും ഒരു പ്രണയഗാനം തന്നെയാണ്. ടെക്ലേസും നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേച്ചിമാർ പറയുന്നുണ്ട്, പാട്ട് വീണ്ടും ഇട്ടു. ഇന്ദു സ്റ്റാൻഡിലെത്താനുള്ള ടൈമായിരുന്നു ആവശ്യം. അവരൊക്കെ കളിയാക്കിക്കൊണ്ട് സ്നേഹത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ചേച്ചി പറയുന്നുണ്ട്, ഒക്കെ ഇന്ദുവിന് വേണ്ടിയാണെടി. അതുപോലെ ടെക്ലേസും ചിരിക്കുകയാണ്. എന്നിട്ട് നീലനോട് പറയുന്നുണ്ട്, എന്താ മോനെ, നടക്കട്ടെ, പോയി ജോലി നോക്ക്. അപ്പോഴേക്കും ഇന്ദു സ്റ്റാൻഡിലെത്തിയപ്പോൾ ചേച്ചിമാരൊക്കെ ചോദിക്കുന്നുണ്ട്, ഓട്ടോ കഴിഞ്ഞു ചേച്ചി, വിശക്കുന്നുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? എന്താ ഇന്ദു അഭിപ്രായം, ഭക്ഷണം കഴിച്ചാലോ? ഓ, കഴിക്കാൻ ചേച്ചി. നീ എന്താ ഭക്ഷണം കൊണ്ടുവന്നത്? അയ്യോ, ഞാൻ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല ചേച്ചി. നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ, നിങ്ങളെടുത്തുനിന്ന് ഷെയർ ചെയ്യാമെന്നാണ് കരുതിയത്. ഇന്ദു, നീലൻ ഇവിടെ ഹോട്ടലിട്ടതിന് ശേഷം ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ല. നീലൻ്റെ ഹോട്ടലിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം പോലെ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ നമ്മൾ എന്തിനാ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നും കൊണ്ടുവരുന്നത്? നീലനാണെങ്കിൽ നന്നായിട്ട് ഭക്ഷണം തരികയും ചെയ്യും. അപ്പോൾ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്ന ഭക്ഷണവും വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തിനാ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സമയം കളയുന്നത് എന്നാണ് കരുതാറ്. അപ്പോൾ നീലനാണെങ്കിൽ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇന്ദു ഭക്ഷണം കഴിക്കാൻ ഇപ്പം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. അപ്പോൾ ചേച്ചിമാർ ചോദിക്കുകയാണ്, നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അവിടെ പോയിട്ടോ? ഇന്ദു മടിച്ചുകൊണ്ട് നീലൻ്റെ കടയിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അതെന്താ അവിടെയോന്നിങ്ങനെ അന്യനായ ഒരാളുടെ കടയിലേക്ക് പോകുന്നത് പോലെ ചോദിക്കുന്നത്? അത് നിൻ്റെ കൂടി കടയല്ലേ ഇപ്പോൾ, അതുകൊണ്ട് കൂടുതലായിട്ട് ആലോചിക്കേണ്ട. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? അത് പിന്നെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് ട്രീറ്റ് തരേണ്ടതായിരുന്നില്ലേ? ട്രീറ്റോ? ഇന്ദു ചോദിക്കുകയാണ്. നീ ഇന്ന് ഇന്ദുവിൻ്റെ ചിലവാണ് ഞങ്ങൾക്ക് മൊത്തമായിട്ട്, ഇന്ദുവിൻ്റെ വകയാണ് ഞങ്ങൾക്കുള്ള ട്രീറ്റ്. നമുക്ക് കടയിലോട്ടേക്ക് പോവാം. അത് പിന്നെ ട്രീറ്റ് എന്നൊക്കെ ഇന്ദു ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. ഇപ്പം നീ ട്രീറ്റ് തരുന്നുണ്ടോ ഇല്ലയോ? തരാം, വാ. അങ്ങനെ എല്ലാവരെയും കൂട്ടിയിട്ട് ഇന്ദു നീലൻ്റെ കടയിലോട്ടേക്ക് പോവാണ്. നീലനാണെങ്കിൽ അവരെ കാത്തിരിക്കുകയാണെന്ന് തോന്നും കാണുമ്പോൾ തന്നെ. എല്ലാവരെയും കണ്ടപ്പോൾ തന്നെ നീലൻ ക്ഷണിക്കുന്നുണ്ട്, വാ അകത്തേക്ക് വാ ചേച്ചി, വാ ഇന്ദു. അപ്പോൾ ഇന്ദു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ചേച്ചി നീലനോട് പറയുന്നുണ്ട്, എന്താ നീല,
കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ടും ഇപ്പോഴും ഇന്ദു അമ്മ എന്ന് തന്നെ വിളിക്കുന്നത്, ഇന്ദു എന്ന് അധികാരത്തോടെ വിളിക്ക്. അപ്പോൾ അവൻ ഇന്ദുവിനെ തന്നെ നോക്കിയിട്ടും ഇന്ദു അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട്, എന്തിനാ മോനെ ഇങ്ങനെ ഇന്ദുവിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അവളതൊന്നും പറയില്ല. ഇനി അങ്ങോട്ട് ധൈര്യമായിട്ട് ഇന്ദു എന്ന് തന്നെ വിളിച്ചോ. അതല്ല ചേച്ചി, ഞാൻ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി. ഇനി പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല. ഞാൻ പയ്യെ അങ്ങനെ വിളിച്ച് തുടങ്ങിക്കോളാം. അതൊന്നും കുഴപ്പമില്ല. ഇപ്പം ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇന്ദു എന്ന് ഒരു തവണ വിളിക്ക്. അത് കേട്ടതും ഡെക്ലൈസും അതും കാത്തു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ചേച്ചി അതങ്ങനെ പെട്ടെന്ന് വിളിക്കാൻ അങ്ങനെ പെട്ടെന്ന് പറ്റില്ല. അതൊക്കെ പറ്റും, ഒരു തവണ ഒന്ന് വിളിച്ചു നോക്ക്. അവസാനം മടിച്ച് നീലം പറയാണ്, വാ ഇന്ദു. അത് കേട്ട് ഇന്ദുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നീല? നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഇന്ദുവിനോട് ഞങ്ങൾ ഈ കടയിൽ വെച്ച് ഞങ്ങൾക്ക് ട്രീറ്റ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ വകയാണ് ഞങ്ങൾക്കുള്ള ട്രീറ്റ്. എന്തൊക്കെയാണ് കടയിലുള്ളത്? അയ്യോ ചേച്ചി, എന്തൊക്കെയുണ്ടെന്ന് പറയേണ്ടതുണ്ടോ? ഇരിക്ക്. ഇന്ദുവും അവർക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പോൾ നീലനും കൂടെ ചേർന്നിട്ടാണ് അവർക്കുള്ള ട്രീറ്റൊക്കെ നടത്തുന്നത്. എന്തൊക്കെയാണ് കടയിലുള്ളതെന്ന് ചോദിച്ചപ്പോൾ കടയിലുള്ള സാധനങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോ. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അവർ ഓർഡർ കൊടുക്കുകയാണ്. അപ്പോൾ നീലം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുതരാം. എന്നിട്ട് മസാല തേച്ച് വെച്ചിട്ടുള്ള മീനും ഫിഷും ഒക്കെ നീലൻ അവൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുവാണ്. കാരണം അവൻ്റെ മനസ്സ് നിറയെ അവൻ ഇന്ദുവിന് കൊടുക്കുന്ന ഒരു ട്രീറ്റായിട്ടാണ് അവൻ കാണുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.